വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വാർത്ത. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് സമൻസ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ സമൻസ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. എക്സാലോജിക് CMRL ഇടപാടിലാണ് വീണ വിജയന് SFIO സമൻസ് നൽകിയിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട്. ഏതായാലും കേരളത്തിലെ CPM മുഖ്യമന്ത്രി പിണറായി വിജയനും അടിമുടി പ്രതിരോധത്തിലായിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഉയർന്നുകേട്ട ബാസപ്പടിയിൽ പുതിയ വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ കേരളത്തിൽ കളം പിടിച്ചതിന് പിന്നാലെ തന്നെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ SFIO സംഘത്തിന്റെ പരിശോധനയുണ്ടായിരുന്നു. തൊട്ട് പിന്നാലെ ക്ലിഫ് ഹൗസിലോ അല്ലെങ്കിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഔദ്യോഗിക വസതിയിലെത്തിയോ വീണ വിജയനെ ചോദ്യം ചെയ്യുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കിയത്. പക്ഷേ ഇപ്പോൾ ഇതാ സമൻസ് വന്നിരിക്കുന്നു. ബാംഗ്ലൂരിലേക്ക് നിയമ പോരാട്ടങ്ങൾ കടുക്കുമോ എന്നുള്ളതടക്കം ഏവരും ഉറ്റുനോക്കുകയാണ്. പോയ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ന്യായീകരിച്ചുകൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPMന്റെ പ്രമുഖ നേതാക്കന്മാരും മന്ത്രി മുഹമ്മദ് റിയാസും എന്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും നിയമസഭയിൽ തന്റെ കൈകൾ ശുദ്ധമാണെന്ന് കൈകൾ ഉയർത്തി ആവർത്തിച്ച് പറഞ്ഞിട്ടും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന്റെ സൂചനകളാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? ഏതായാലും പ്രതിപക്ഷവും മാത്യു കുഴൽനാടനും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അഡ്വക്കേറ്റ് ഷോൺ ജോർജും അതിശക്തമായി ബാസപ്പടി വിഷയത്തിൽ നിലപാട് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ SFIO സംഘവും കളം പിടിച്ചിരിക്കുകയാണ്. വീണ വിജയന് സമൻസ് എന്നുള്ള നിർണായക വിവരങ്ങൾ തന്നെയാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ഈ മണിക്കൂറിൽ ചർച്ചയാക്കിയിരിക്കുന്നത്. ഏതായാലും സാമ്പത്തിക ഇടപാടുകൾ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് SFIOയുടെ സമൻസ് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് SFIOയുടെ സമൻസ്. എക്സാലോജിക് ഉടമയായ വീണ സാമ്പത്തിക ഇടപാടുകൾ വിശദീകരിക്കണമെന്നാണ് നിർദ്ദേശം. കമ്പനിയുടെ സേവനം എന്താണെന്ന് വിശദീകരിക്കണമെന്നാണ് സമൻസ് അയച്ചിരിക്കുന്നത്. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വീണ കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇതിനിടെയാണ് സമൻസ് നൽകിയത്. എക്സാലോജിക് CMRL ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ടാണ് അന്വേഷണ ഏജൻസി സമൻസ് നൽകിയിരിക്കുന്നത്. കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകൾക്കൊപ്പം സമൻസും ഹാജരാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് കർണാടക ഹൈക്കോടതി വീണയുടെ ഹർജി പരിഗണിക്കുക. അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും എക്സാലോജിക് ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെയും SFIO ഡയറക്ടറെയും എതിർകക്ഷികളാക്കിയാണ് എക്സാലോജിക്കിന്റെ ഹർജി. ആദായനികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ROCയുടെ ഗുരുതര കണ്ടെത്തലുകൾ പുറത്തുവന്നതോടെയാണ് SFIO അന്വേഷണം എത്തുന്നത്.